Hi, Srikanth from Edison. Welcome to our QA section. ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെക്ഷനിൽ മിസ്റ്റർ അതുൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ് ലെറ്റർ ഓഫ് കൺസെൻറ്റ് ഡാറ്റ ഫ്ലോ ആപ്ലിക്കേഷന് സബ്മിറ്റ് ചെയ്യാൻ നേരത്ത് ലെറ്റർ ഓഫ് കൺസെൻറ്റ് എന്താണ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ക്വസ്റ്റ്യൻ. അദ്ദേഹത്തിൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസറിലോട്ട് വരാം. ഡാറ്റ ഫ്ലോ ഗ്രൂപ്പ് എന്താണെന്നും ഡാറ്റ ഫ്ലോ ആപ്ലിക്കേഷൻ എന്താണെന്നും ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞതാണ്. എന്നാൽ അത് ഒന്നുകൂടി പറയാം. ഗൾഫ് കൺട്രീസിലോട്ട് ഒരു കാൻഡിഡേറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് മെഡിക്കൽ ഫീൽഡിലുള്ള കാൻഡിഡേറ്റ്സ് ആരെങ്കിലും അപ്ലൈ ചെയ്യുമ്പോൾ അവരുടെ സർട്ടിഫിക്കറ്റ്സ്, അവരുടെ എഡ്യൂക്കേഷൻ ഡോക്യുമെൻറ്റ്സ്, എക്സ്പീരിയൻസ്, രജിസ്ട്രേഷൻ, കൗൺസിൽ രജിസ്ട്രേഷൻ, ഇത് മൂന്നും വെരിഫൈ ചെയ്ത് അതിൻ്റെ ജെന്യുവിനിറ്റി ഫേക്ക് സർട്ടിഫിക്കറ്റ് ആണോ അല്ലയോ എന്നുള്ള ഒരു റിപ്പോർട്ട് കൊടുക്കുന്ന സ്ഥാപനമാണ് ഡാറ്റ ഫ്ലോ ഗ്രൂപ്പ്. അപ്പോൾ അതിനുവേണ്ടി ഡാറ്റ ഫ്ലോ ഗ്രൂപ്പിലോട്ട് നമ്മൾ ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ ഒരു ആപ്ലിക്കൻ്റ് അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ്, എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ്, കൗൺസിൽ ഡീറ്റെയിൽസ് ഇത്രയും കൊടുക്കുന്നുണ്ടാവും. അതിനുശേഷം ഈ ഡാറ്റ ഫ്ലോ ഗ്രൂപ്പ് അതാത് ഓർഗനൈസേഷൻസിൽ ഈ ആപ്ലിക്കൻ്റ് നൽകിയ വിവരവും അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻറ്റ്സിൻ്റെയും ജെന്യുവിനിറ്റി വെരിഫൈ ചെയ്യുന്നതിനായിട്ട് ഒരു മെയിൽ അയക്കും. ആ സമയത്ത് ആപ്ലിക്കൻറ്റിൻ്റെ വിവരങ്ങൾ ഈ ഓർഗനൈസേഷൻസ് ഡാറ്റ ഫ്ലോ ഗ്രൂപ്പിന് ഡിസ്ക്ലോസ് ചെയ്യണമെങ്കിൽ അതിന് സമ്മതിച്ചു കൊണ്ടുള്ള ആപ്ലിക്കൻറ്റിൻ്റെ ഒരു സമ്മതപത്രം അല്ലെങ്കിൽ അനുവാദ പത്രം ആണ് ലെറ്റർ ഓഫ് കൺസെൻറ്റ് എന്ന് പറയുന്നത്. ഈ ലെറ്റർ ഓഫ് കൺസെൻറ്റ് നമ്മൾ ഡാറ്റ ഫ്ലോ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ സൈൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഈ ലെറ്റർ ഓഫ് കൺസെൻറ്റ് കൂടി ചേർത്തായിരിക്കും ഡാറ്റ ഫ്ലോ ഗ്രൂപ്പ് ഇദ്ദേഹത്തിൻ്റെ ഈ ആപ്ലിക്കൻറ്റിൻ്റെ ഡോക്യുമെൻറ്റ്സിൻ്റെ വെരിഫിക്കേഷന് വേണ്ടി ഇതാത് ഓർഗനൈസേഷൻസിലോട്ട് അയക്കുന്നത്. അതിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇതുപോലെ ചോദിക്കാവുന്നതാണ്. താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിക്കുക. അതിനുള്ള ഉത്തരവുമായി വീണ്ടും കാണാം. ബൈ.